ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണപ്രിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ബാസ്മതി റൈസാണ്. ആദ്യമേ തന്നെ അത് നന്നായിട്ട് കഴുകിയ ശേഷം നമുക്കൊരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ഒരിക്കലും സോക്ക് ചെയ്ത ശേഷം കഴുകരുത്, അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യമേ തന്നെ കഴുകിയിട്ട് 20 മിനിറ്റ് സോക്ക് ചെയ്യുക. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതും, 2 ടേബിൾ സ്പൂൺ കേടുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇത് പുരട്ടി നമുക്ക് ആദ്യമേ മാറ്റി വയ്ക്കെങ്കിൽ ഇത് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പം നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യമേ ഒരു മസാല അരയ്ക്കുന്നുണ്ട്. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 20 ചുവന്നുള്ളി, ചെറിയ ഉള്ളിയും, നാടൻ വെളുത്തുള്ളി ഒരു 12 എണ്ണം, അതുപോലെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, അതുപോലെ ഒരു തക്കാളിയുടെ പകുതി, ഒരു മുഴുത്ത തക്കാളിയുടെ പകുതി. ഇത്ര നമ്മൾ അരയ്ക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് ആ തക്കാളിയുടെ ബാക്കി, അതായത് ആ പകുതി തക്കാളിയും 2 സവാളയും കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്ര ഞാൻ തയ്യാറാക്കി നേരത്തെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. അതിലേക്ക് ബേ ലീഫ്, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ എല്ലാം ഒരു 2-3 ചെറിയ ചെറിയ കഷ്ണമാണ് എല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് നന്നായിട്ട് വെള്ളം തോർന്ന ശേഷം, വെള്ളം ഊറ്റിയ ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളത്തോട് ഇട്ട് കൊടുക്കരുത് ഒരിക്കലും. ബാസ്മതി റൈസ് വെള്ളം മാറ്റിയ ശേഷം നമ്മൾ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് ഈ എണ്ണയിലിട്ട് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ അരി ഇങ്ങനെ കട്ട പിടിച്ച് പോവും. അതുകൊണ്ട് 2 കപ്പ് റൈസിന് ഞാൻ 4 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചത്. നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം. ഇപ്പോൾ 2 കപ്പാണെങ്കിൽ 4 കപ്പ് വെള്ളം, 1 കപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം, അങ്ങനെ എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ സജഷനാണ്. പുള്ളി ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ബിരിയാണി മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ചേർത്ത് നല്ല മണവും ടേസ്റ്റും ഉണ്ട് റൈസിന്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പം നമുക്കൊരു 2-3 മിനിറ്റ് ആദ്യം അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്ന് വെച്ച് ഇത് വേവിച്ചെടുക്കാം. 15 മിനിറ്റ്സിൽ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യം വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നുള്ള് പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കഷ്ണം പട്ട, പിന്നെ ഒരു 3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം, ഒരുപാട് അങ്ങ് മൂപ്പിക്കണ്ട. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഞാൻ ഒരുപാട് ചെറുതാക്കിയിട്ടില്ല, കാരണം നമുക്ക് അരച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ അല്പം വലുപ്പത്തിൽ തന്നെയാണ് വഴറ്റുന്നത്. ഇനി നമുക്ക് മുഴുവനെ തന്നെയുള്ള ചുവന്നുള്ളി, ഒത്തിരി വലിപ്പമുള്ളത് 2ആയിട്ട് കീറിയിട്ടുണ്ട്. ഒരു 10-20 ചുവന്നുള്ളിയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയൊക്കെ ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ല സ്വാദാണ്. നമുക്കിപ്പോൾ ചിക്കൻ കറിക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. നമുക്ക് പകുതി തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയും പുതിന ഇലയാണ്. നിങ്ങൾക്ക് പുതിന ഇലയുടെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല ചേർക്കേണ്ട, പക്ഷേ ഇത് രണ്ടും ചേർത്ത് കഴിയുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ അതേ തവയിൽ തന്നെ കുറച്ച് എണ്ണയോട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാടങ്ങ് ഫ്രൈ ആക്കണ്ട, ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മൾ ബിരിയാണിയിലെടുപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. മസാലയൊക്കെ നല്ല പിടിച്ചിരിക്കും ചിക്കനിൽ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേ എണ്ണയിൽ തന്നെയാണ് സവാളയൊക്കെ വഴറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ എണ്ണ വേസ്റ്റ് ആക്കുന്നില്ല. അപ്പം ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയ എണ്ണ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇച്ചിരി ഒരു നിറ വ്യത്യാസം വരും, സവാളയ്ക്കൊരു കളറൊക്കെ ഇച്ചിരി ഒന്ന് മാറും, പക്ഷേ അത് കുഴപ്പമില്ല.
ഇപ്പോൾ സവാളയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പം മോന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അപ്പം ചേട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനൊന്ന് സവാള വഴന്നു വന്നപ്പോഴത്തേന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ബാക്കിയിരുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തേക്കാം, അളവുകളൊക്കെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. കാരണം ഇതിൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ ചേർന്നിട്ടുള്ളതായതുകൊണ്ട് എക്സാക്ട്ലി ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് വരും, നല്ല മണം വരും. നിങ്ങളാരും ഇങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ അരപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് അരച്ച് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പം. അപ്പോൾ നമ്മുടെ ബിരിയാണിയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുക, ചോറിലൊക്കെ നന്നായിട്ട് പെരണ്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന ശേഷം നമുക്ക് അവസാനമായി ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല ബിരിയാണി മസാല വേണമെന്ന്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തു. സാധാരണ ഞാൻ ഗരം മസാലയാണ് ചേർക്കാറ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ മറക്കാതെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ ക്ലിപ്പ് മിസ്സായിപ്പോയി ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരോട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ്ലി വരുന്നത്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരുന്ന നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഓൾറെഡി നന്നായിട്ട് നമ്മൾ വേവിച്ചെടുത്തായതുകൊണ്ട് അത്യാവശ്യം ഒത്തിരി നേരം നമ്മളിത് കുക്ക് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു 6-7 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു 8 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വെട്ടിച്ചെടുക്കാം. അപ്പോൾ ആ ഗ്രേവി കറക്റ്റായിരിക്കത്തുള്ളൂ ബിരിയാണിയിൽ ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഗ്രേവി പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ അരിയും അവിടെ റൈസൊക്കെ വെന്ത് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കശുവണ്ടി, ഉണക്കമുന്തിരി, അതുപോലെ തന്നെ സവാളയൊക്കെ നമ്മൾ നെയ്യിൽ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബിരിയാണി ദമ്മിടാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമേ കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. ചേട്ടനാണ് ചെയ്യുന്നത്. അപ്പം ആദ്യമേ മേളിൽ നിന്ന് കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ട് നമ്മൾ ലെയറായിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ ആഡ് ചെയ്യാം ചിക്കൻ. എല്ലായിടത്തും ആവുന്ന പോലെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും അല്ലെങ്കിൽ കാഷ്യൂനട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഓരോ ലെയറിലും. പക്ഷേ ഞങ്ങളിപ്പോൾ ചിക്കൻ ഗ്രേവി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് റൈസ് വേവിക്കുമ്പോൾ നമ്മളൊരു 90% വേവിക്കാവൂ. എന്നിട്ട് ബാക്കി നമ്മൾ ഈ ദം കെട്ടി കഴിയുമ്പോൾ ദമ്മിൽ കിടന്ന് കുറച്ചൊരു 10 മിനിറ്റ് ദമ്മിടുമ്പോൾ നമ്മൾ അതിനകത്ത് കിടന്ന് കുറച്ചും കൂടി റൈസ് പെർഫെക്റ്റ്ലി വെന്ത് കിട്ടും. അപ്പോൾ എപ്പോഴും റൈസ് 90% വേവിക്കാവൂ. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റൈസ് മൊത്തം നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ, കുറച്ചേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, ഒരുപാടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട്സ്, അതുപോലെ തന്നെ റൈസൻസ്, അതായത് ഉണക്കമുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വറുത്ത് വെച്ചിരുന്ന സവാളയൊക്കെ നമ്മൾ വറുത്ത് വെച്ചിരുന്നല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും നല്ലപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്കതോടെ തൂവി കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പൊത്തി കൊടുക്കുകയാണ്. ചേട്ടൻ ഒരു തവിയുടെ ബാക്ക് വെച്ചിട്ട് ഒന്ന് പൊത്തി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ദം അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏറ്റവും താഴ്ന്ന തീയിൽ വെച്ചിട്ട്
ദം കയറ്റാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ക്ലിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലവരിങ്ങനെ മൈദയൊക്കെ കുഴച്ച് ഒട്ടിച്ച് കൊടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബിരിയാണി നല്ല മണമൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ്ലി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടനിപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അരി പൊട്ടിപ്പോവാണ്ട് അതേസമയം നല്ലതായിട്ട് മിക്സ് ചെയ്യാൻ വേണം. ഇപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ ബിരിയാണിയിൽ ഒരുപാട് മസാല അങ്ങനെ കട്ട പിടിച്ച് കിടക്കൊന്നുമില്ല. അങ്ങനെ എല്ലാം കൂടെ റൈസിൽ നന്നായിട്ട് മിക്സ് ആവും. അപ്പം നമുക്ക് കഴിക്കാൻ നല്ല സുഖമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമാണ് വന്നത് കേട്ടോ ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ചേട്ടൻ വിളമ്പുവാണ്. അങ്ങനെ ബിരിയാണിയോടൊപ്പം കഴിക്കാൻ വേണ്ടി ഞാനൊരു റൈത്ത ഉണ്ടാക്കി വെച്ചിരുന്നു. വെള്ളരിക്കയും സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്, നല്ല ഫ്ലേവറാണ്. നിങ്ങളെല്ലാവരും ഈ ടൈപ്പിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ബിരിയാണി. അപ്പം വീണ്ടും ഞാൻ നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. അപ്പം വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.